മച്ചന്മാരെ, കൊമ്പൻ മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു പൊഴിമുഖത്താണ് നമ്മളിന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ രാവിലെ സമയത്തൊക്കെ നല്ല ചിമിട്ട മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ കയറി അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഇവിടുന്ന്. മച്ചന്മാരെ, മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. നച്ചറുകളൊക്കെ പൊലപ്പായിട്ടാണ് ഇവിടെ കല്ലുകളുടെ സമീപത്തോട് നടക്കുന്നത്. ചെറിയ നച്ചറയൊന്നുമല്ല, നല്ല ചിമിട്ട സൈസുള്ള നച്ചറുകളാണ് ഇവിടെ നിന്ന് ചൂണ്ടയിൽ അടിച്ച് കയറുക. ചെറിയ ഹുക്കിൽ ചെമ്മീൻ്റെ മാംസം കിള്ളിയിടുകയാണെങ്കിൽ അവന്മാർ പെട്ടെന്ന് തന്നെ കയറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ കല്ലുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന പാഴിയും പൂപ്പലും ആൽഗയൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് അവരിങ്ങോട്ട് കയറി വരുന്നത്. നമ്മൾ ഈ നച്ചറയ്ക്ക് വേണ്ടിയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അതേ ബേറ്റിൽ തന്നെ മറ്റു മീനുകളെ ഇവിടെ അടിച്ചിട്ടാൻ സാഹചര്യമുണ്ട്. കല്ലുള്ളതുകൊണ്ട് തന്നെ ഏരി, ചെമ്പല്ലി, ഹമ്മൂർ പോലുള്ള മീനുകൾ സ്ഥിരമായിട്ട് തന്നെ ഈ കല്ലുകളുടെ സമീപത്തുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏത് സമയവും സദാസമയം അലർട്ടായിട്ട് നിൽക്കണം. നച്ചറയെ പിടിക്കാനാണെന്ന് ഉദ്ദേശിച്ച് ചിലപ്പോൾ വലിയ മീനൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ നമ്മൾ കെയർഫുള്ളായിട്ട് നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് മീൻ മിസ്സാവാനുള്ള സാഹചര്യമുണ്ട്. ബേറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ മീൻ വന്ന് കൊത്തിക്കൊണ്ട് പോവുകയാണ്. എന്തായാലും നല്ല ലക്ഷണമാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പൻ മീൻ അശ്വിൻ്റെ ചൂണ്ടയിൽ ഇവിടുന്ന് കയറി പിടിക്കാം. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് ഒരു കട്ടറ അടിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയ കട്ടറേനെ കൊല്ലിയിലേക്ക് മാറ്റുവാണ്. അല്പം കെയർഫുള്ളായിട്ട് വേണം ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ചത്താൽ പോലും ഇതിൻ്റെ മുള്ളു കൈ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണിയാവും. ഇപ്പോൾ അശ്വിനൊരു പണി കിട്ടേണ്ടതായിരുന്നു, കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. നല്ല വഴുക്കളുണ്ട് ഈ മീന്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ ഇവനെ പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുവാണ്. അച്ഛന്മാരെ, കുഞ്ഞപ്പച്ചേട്ടൻ ഏരിക്ക് വേണ്ടി കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചാളപ്പീസാണ് കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഏരി പിടിക്കാൻ ഈ ചാളേനേക്കാളും നല്ലൊരു ബേറ്റ് വേറെ ഇല്ല. ചാളപ്പീസ് കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ ഉറപ്പായിട്ടും കയറി അടിക്കും. ഈ ചാളപ്പീസ് വെള്ളത്തിലുള്ളത് മടയിലിരിക്കുന്ന ഏരിക്ക് പോലും കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരികൾ മടയിൽ നിന്ന് ഇറങ്ങി വന്ന് ഉറപ്പായിട്ടും നമ്മൾ ചാളപ്പീസിനെ സ്ട്രൈക്ക് ചെയ്യും. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാറും സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടയെ പ്രതീക്ഷിച്ച് തന്നെയാണ് കുഞ്ഞപ്പൻ ചേട്ടൻ നിൽക്കുന്നത്. മറ്റു മീനുകളെ പിടിക്കും പോലെയല്ല. നമ്മൾ കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എത്ര വലിയ ഏരിയ ആണെങ്കിലും ചെറിയ ഏരിയ ആണെങ്കിലും നമുക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അവൻ്റെ വായിൽ ശരിക്കും നമ്മുടെ ഹുക്കിൻ്റെ ഇടനാക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല. പക്ഷേ ഹുക്കപ്പിൻ്റെ ടൈം പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരി, ചെമ്പല്ലി പോലുള്ള മീനുകൾ മിസ്സാവും. അപ്പോൾ ഡ്രാഗ് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് കുഞ്ഞപ്പൻ ചേട്ടൻ അടിപൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ചിമിട്ടനടി കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ചൂണ്ടയെ പ്രതീക്ഷിക്കാൻ നമുക്ക് ഇവിടുന്ന്. മച്ചന്മാരെ, പൊളോട് ഉപയോഗിച്ച് തകർപ്പ വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പ മീൻ നമ്മുടെ ചൂണ്ടക്കാരെ ചൂണ്ടയിൽ കയറി അടിക്കാം. നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ പ്രൊഡേറ്റർ മീനുകൾ നമ്മുടെ ബേറ്റിനെ വന്ന് പൊതിയാണ് ഇവിടെ. രാവിലെ സമയം ആയതുകൊണ്ട് തന്നെ ചെമ്പല്ലി, ഏരി, ഹമ്മൂർ പോലുള്ള മീനുകൾ നല്ല ആക്റ്റീവാണ്. അവർ ഇരിയെടുക്കാനായിട്ട് തപ്പി നിറക്കുകയാണ് ഇതിലൂടെ. ഈ കല്ലുകളുടെ സമീപത്തൊക്കെ ധാരാളം ചെറിയ ചെമ്മീനുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അവരാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. ഈ ചെമ്മീനുകൾ കല്ലിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പാഴിയും പൂപ്പലും ആൽഗയൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് കൂട്ടായിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെ വരുമെന്നുള്ള കാര്യം ഈ പ്രൊഡേറ്റർ മീനുകൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അവർ ഇവിടെയുള്ള മാളങ്ങളിൽ ഇരയ്ക്ക് വേണ്ടി സദാസമയം പതുങ്ങിയിരിക്കുന്നുണ്ട്. ചെമ്മീനെങ്ങാനും അവരുടെ റേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ വെറുതെ ഇരിക്കത്തില്ല, കയറി വെട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചെമ്മീൻ ഇറക്കി നമ്മൾ വേട്ട നടത്തുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നത്. മച്ചന്മാരെ, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു റെയർ മീൻ അടിച്ച് കയറിയിരിക്കുകയാണ്. ഇത് കടൽ കരിമീൻ എന്ന് വിളിക്കുന്ന മീനാണ്. അപൂർവമായി മാത്രമേ ചൂണ്ടക്കാർക്ക് ഇവിടുന്ന് ഇവരെ ചൂണ്ട കിട്ടാറുള്ളൂ.